നമസ്കാരം. ഇളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നത്തിൽ നിർണായക ഇടപെടൽ നടത്തി സർക്കാർ. രോഗബാധിതരായ തെരുവുനായകളെ വെറ്റിനറി സർജന്റെ സാക്ഷ്യപത്രത്തോടെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന തീരുമാനം. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. ഏതെങ്കിലും മൃഗത്തിന് രോഗം പടർത്താൻ കഴിയുന്ന തരത്തിൽ അസുഖമുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ബോധ്യപ്പെട്ടാൽ അത്തരം രോഗം നിയന്ത്രിക്കുന്നതിനായി അവയെ ദയാവധത്തിന് വിധേയമാക്കുന്നതിന് 2023 അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയർ റൂളിൽ അനുമതി നൽകുന്നുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. മൃഗത്തിനെ മാരകമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യസ്ഥിതി ദയനീയമായ അവസ്ഥയിലാണെന്നോ വെറ്റിനറി വിദഗ്ധൻ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ ദയാവധത്തിന് വിധേയമാക്കാം. ഈ നിയമം ഉപയോഗപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങളോട് നിർദ്ദേശിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. When the central government or the state government who finds any animal which is so diseased that it can spread the disease in order to control such disease, and if the registered veterinary practitioner certifies that the animal is mortally injured or so severely injured or in such a physical condition that it shall be cruel to keep it alive, ഇങ്ങനൊരു പ്രൊവിഷൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ യുത്തനേസ്യ അനുവദനീയമാണ്. ഇത് ഡിസീസ്ഡ് ആണ്, രോഗബാധിതമാണ് എന്ന് സർക്കാർ കാണുന്ന, സർക്കാർ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സർക്കാരും അതിലുൾപ്പെടും, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ അതിനെ യുത്തനേസ്യയ്ക്ക് ദയാവധത്തിന് വിധേയമാക്കാനുള്ള ഒരു പ്രൊവിഷൻ ABC റൂൾ പ്രകാരമല്ല, ഈ ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് പ്രകാരം ABC റൂൾസിന് ശേഷം നിലവിൽ വന്നതാണ്. അത് പ്രകാരം സെക്ഷൻ 8A പ്രകാരം ഒരു പ്രൊവിഷനുണ്ട്. അത് ഉപയോഗപ്പെടുത്തും. ഒറ്റ കാര്യമേ ഉള്ളൂ, വെറ്റിനറി സർജൻ, വെറ്റിനറി ഡോക്ടർ ഇത് രോഗബാധിതമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം. KPCC നിർവാഹക സമിതി അംഗം CB ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ അസഭ്യവർഷം നടത്തിയ സംഭവത്തിൽ ഒരാൾക്കെതിരെ കേസ്. നിസാർ കുംബ്ലയ്ക്കെതിരെയാണ് തൃത്താല പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യനെതിരെയാണ് സാമൂഹ്യമാധ്യമങ്ങളിൽ അസഭ്യവർഷമുണ്ടായത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന സമൂഹമാധ്യമങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്ന നിസാർ കുംബ്ലയ്ക്കെതിരെയാണ് കേസ്. കോൺഗ്രസ് നേതാവ് VT ബൽറാമിനെതിരെ CB ബാലചന്ദ്രൻ വിമർശനം ഉന്നയിച്ചിരുന്നു. നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് VT ബൽറാം എന്നും VT ബൽറാമിന്റെ നയങ്ങൾ കാരണമാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നാലെ വലിയ വിവാദങ്ങൾക്ക് ഈ ആരോപണങ്ങൾ വഴിവെച്ചു. ഇതിനിടെയാണ് സുബ്രഹ്മണ്യൻ CB ബാലചന്ദ്രനോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചത്. തൃത്താലയിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെയും സുഖദുഃഖങ്ങളിൽ എന്നും കൂടെ നിൽക്കുന്ന നേതാവ് CB ഞങ്ങളുടെ ഓഫീസിൽ എന്ന തലക്കെട്ടോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത്. ഈ പോസ്റ്റിന് താഴെയാണ് നിസാർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. പിന്നാലെ സുബ്രഹ്മണ്യൻ തൃത്താല പോലീസിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകിയിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പട്ടാമ്പി താലൂക്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ആരംഭിച്ച പരിശീലനം ഡെപ്യൂട്ടി കളക്ടർ ആൽഫ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത്. ആദ്യഘട്ടത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കാണ് പരിശീലനം. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ 3 ദിവസങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത്. പട്ടാമ്പി തൃത്താല മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള 300ഓളം BPLമാരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടർ ആൽഫ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. അത്
തഹസിൽദാർ ടി.പി. കിഷോർ, ഭൂരേഖ തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പരിശീലനം ആരംഭിച്ചു. പട്ടാമ്പി, തിർത്തല എന്നിവിടങ്ങളിലേക്ക് 4 വീതം ട്രെയിനർമാരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നൽകുന്നത്. വ്യാഴാഴ്ച പരിശീലനം സമാപിക്കും. മുതുതല ഗവൺമെന്റ് ആശുപത്രിയിൽ സായാഹ്ന ഒപിയുടെ പ്രവർത്തനം തുടങ്ങി. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് സായാഹ്ന ഒപി ആരംഭിക്കുക. മുഹമ്മദ് മുഹസിൻ MLA സായാഹ്ന ഒപിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുതുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈവനിംഗ് OP ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ രാവിലെ മുതൽ ഉച്ചവരെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം. എന്നാൽ ഇവിടെ രോഗികളുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. മാത്രവുമല്ല, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായ കെട്ടിടവും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈവനിംഗ് OPയും ആരംഭിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടറുടെയും ഒരു നഴ്സിന്റെയും ഫാർമസിസ്റ്റിന്റെയും സേവനം ഈവനിംഗ് OPയും ലഭ്യമാണ്. മുഹമ്മദ് മോസിൻ MLA ഈവനിംഗ് OPയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2 ഡോക്ടർമാരുണ്ടെങ്കിൽ ഒരു ഡോക്ടർ ചിലപ്പോൾ ഫീൽഡിലായിരിക്കാം. പ്രതിരോധ പ്രവർത്തനം ആരോഗ്യത്തിൽ ചികിത്സയെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. വാക്സിനേഷൻ അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും. അപ്പോൾ അതിന് ഡോക്ടറുടെ സേവനം ഫീൽഡിലും ലഭ്യമാക്കാൻ നമുക്ക് കഴിയും. ആ രീതിയിൽ ഒരു മാതൃക ആരോഗ്യ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം മാറുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കുടുംബശ്രീയുടെ ഒരു സ്റ്റോള് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ മറ്റു നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ആരോഗ്യ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വാർത്തകളിൽ വരിക. പലപ്പോഴും ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് ആരോഗ്യ മേഖലയിലുണ്ടായ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, പൊതുവിദ്യാലയങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആളുകളുടെ വിശ്വാസ്യതയും അതുപോലെ തന്നെ ആശുപത്രികളുടെ സൗകര്യം വർദ്ധിച്ചപ്പോൾ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ സർക്കാർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. എണ്ണം വർദ്ധിച്ചാൽ എത്ര സൗകര്യം കൂടിയാലും കൂടുതൽ ആവശ്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന പരിമിതികൾ ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ പരമാവധി സൗകര്യങ്ങൾ കൂട്ടി നമുക്ക് അത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ. മുതുല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു. PM ഉഷ, ആശുപത്രി മെഡിക്കൽ ഓഫീസർ അഷറഫ്, സംഗീത്, CP വനജ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ അവാർഡ് നേടിയ കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്കും മാനേജ്മെന്റ് കമ്മിറ്റിക്കും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദരം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനത്തിന് ആരോഗ്യവകുപ്പ് നൽകുന്ന കായ്ക്കൽപ്പ പുരസ്കാരം തുടർച്ചയായി 3-ാം തവണയും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം കരസ്ഥമാക്കിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ അനുമോദിച്ചത്. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന അനുമോദന സദസ്സ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ നമ്മൾ ആരോഗ്യ മേഖലയിൽ കിട്ടുന്ന പണികൾ 15 മെമ്പർമാരുണ്ട്. അവർക്കൊക്കെ റോഡും അതുപോലെ റോഡും ഒക്കെ വികസന പ്രവർത്തനങ്ങളുണ്ടാവും. എന്നിരുന്നാലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ മറ്റുള്ള പണികളിൽ വെച്ചപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. റഷീദ് അധ്യക്ഷനായിരുന്നു. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A. സാബിറ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, AP. രാമദാസ്, T. സോമൻ, CP. മുസഫ, TK. ഷുക്കൂർ, ഡോക്ടർ MR. ലീനാകുമാരി, ഡോക്ടർ ആശ ജലാൽ, ഹനീഫ കൊപ്പം, KV. ഷംസുദ്ദീൻ, K. കരുണാകരൻ, P. യൂസഫ് അലി, P. സുന്ദരൻ, P. ഹരിദാസൻ, P. അനിത, K. അബ്ദുൾ മജീദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിയേറ്റീവ് കോർണർ സ്ട്രീം ഹബ് പ്രവർത്തനം തുടങ്ങി. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളം, കുസാറ്റ് എന്നിവയും ചേർന്ന് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, ഗുണനിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ട്രീം ഹമ്പും ക്രിയേറ്റീവ് കോർണറും ഒരുക്കിയിരിക്കുന്നത്. പട്ടാമ്പി സബ് ജില്ലയിലെ സ്ട്രീം ഹമ്പും ക്രിയേറ്റീവ് കോർണറും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒരുക്കിയത്. മുഹമ്മദ് മോസിൻ MLA ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാവശ്യം വേണ്ട പല സ്കില്ലുകളും ആർജിക്കുവാൻ വേണ്ടി
നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. BPC VP മനോജ് പദ്ധതി വിശദീകരണം നടത്തി. ഇതോടൊപ്പം സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. സംസ്ഥാന പ്രവൃത്തി പരിചയമേള മുൻ സംസ്ഥാന സെക്രട്ടറി R. ശാന്തകുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷ P. ആനന്ദവല്ലി, P. വിജയകുമാരൻ, N. രാജൻ, PK കവിത, KT റുക്കിയ, C. സംഗീത, PTA പ്രസിഡന്റ് C. റാസി, SMC ചെയർമാൻ PC ഷാനവാസ്, PTA വൈസ് പ്രസിഡന്റ് T. കൃഷ്ണദാസ്, SMC വൈസ് ചെയർമാൻ KP പ്രസാദ്, പ്രിൻസിപ്പൽ M. വിജയൻ, പ്രധാന അധ്യാപകൻ UP മനോജ് കുമാർ, സ്ട്രീം എക്സ്പോർട്ടുകളായ MP അഞ്ജു, P. അനില, T. ഫിറോസ്, K. നിരഞ്ജൻ, ക്ലസ്റ്റർ കോർഡിനേറ്റർ അമൃത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.